ചായമക്കാനി ചോട്ടിൽ പോലെ ചായ വീത്തണ മൂപ്പരെ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായതാ ചായമക്കാനി ചോട്ടിൽ പോലെ ചായ വീത്തണ മൂപ്പരെ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായതാ. ഇതാണ് കോഴിക്കോട്ടെ വളരെ പ്രശസ്തമായ പള്ളി, മിസ്കാല് പള്ളി. ഈ മിസ്കാല് പള്ളി, തളി ക്ഷേത്രം, മാനാഞ്ചിറ കുളം മൈതാനം, ഇതാണ് കോഴിക്കോടിൻ്റെ അടയാളങ്ങളും കോഴിക്കോടിൻ്റെ സംസ്കാരവും. ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യവും സാഹോദര്യവും സ്നേഹവും ഒക്കെ ഈ 3-4 കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തിയിട്ട് ആസ്പദമാക്കിയിട്ടുമാണ്. ഇവിടുത്തെ സംസ്കാരത്തിനും ഒരുപാട് വിലയുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിൽ മോശമാണെന്നല്ല, എന്നാലും കോഴിക്കോടിൻ്റെ സ്നേഹവും ഐക്യവും ആ വിനയും സൽക്കാര പ്രിയതയൊക്കെ വളരെ എന്നും പേര് കേട്ടായിരുന്നു. കടുക്ക നിറച്ചത് ചില്ലല്ല മരക്കകത്ത് കിടന്നെന്ന് ചിരിക്കണ്ട് നെയ് മണക്കണ ഉന്നക്കായനെ ഉന്ന വെച്ച് കണ്ണിറുക്കണ്. ഈ പെരുന്നാൾ ദിനത്തിൽ എല്ലാവരും പെരുന്നാൾ ജുമ ഇറങ്ങിയിട്ട് പിന്നെ ഈദ്ഗാഹിൽ നിന്ന് വിട്ട് തെക്കുബീറും ചൊല്ലി വീടുകളിലേക്കൊക്കെ പോകുന്ന ഈ ദിവസത്തിലാണ് നമ്മൾ മീഡിയ വണ്ണിൻ്റെ മക്കാനി എന്ന പ്രോഗ്രാം ഇന്ന് ആരംഭിക്കുന്നു. ചായ മക്കാനി ചോട്ടിൽ പോലെ ചായ വീത്തണ മൂപ്പരെ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായതാ. മക്കാനിയിലൂടെ നമുക്ക് കോഴിക്കോട്ടെ സർവ്വ വിഭവങ്ങളെ പറ്റിയിട്ടും ഏതാണ്ട് ഇവിടുത്തെ വിഭവങ്ങളും ഭക്ഷണ സാധനങ്ങളും ഇവിടുത്തെ സംസ്കാരത്തിനൊരു ഭാഗം തന്നെയാണ്. പല ടച്ചുള്ള സംഭവങ്ങളും ഇവിടെയുണ്ട്. പല ആളുകളും വന്ന് കേന്ദ്രീകരിക്കുന്ന ഒരു കേന്ദ്രമാണ് കോഴിക്കോട്. കോഴിക്കോട് വന്നിട്ടുള്ള പ്രഗത്ഭരും പ്രശസ്തരായിട്ടുള്ള ആളുകളൊന്നും കോഴിക്കോട് വിട്ടുപോയില്ല. കോഴിക്കോടിനെ സ്നേഹിച്ച് ഇവിടെ തന്നെ ജീവിച്ച് മരിച്ചവരാണ് ഒട്ടധികവും. അങ്ങനെയുള്ള കോഴിക്കോട് നിന്ന് നമ്മൾ ഈ മക്കാനിയുടെ ആദ്യത്തെ പരിപാടി ആരംഭിക്കാം. ഇതിന് എൻ്റെ കൂടെ ഒരു പഹൻ നമ്മളൊരു കുട്ടി ഉണ്ടെങ്കിലോ, എൻ്റെ വേറെ കുട്ടി തന്നെ എവിടെ പോയി ഇത്? ഞാൻ നമ്മൾ മക്കാനി പരിപാടിയെ പറ്റി ആളുകളോട് പറഞ്ഞു കൊടുക്കല്ലായിരുന്നോ? ഈ എവിടെ തന്നെ പോയിരുന്നത്? പൊരിച്ച ഐസ്ക്രീമൊക്കെ ഞാൻ മേടിച്ചതരാം. അതിന് മുമ്പായിട്ട് പെരുന്നാളായിട്ട് നമ്മൾ ആരോടെങ്കിലും ഈദ് ആശംസകൾ പറഞ്ഞോ? ഇല്ലല്ലോ, പറയണ്ടേ? എല്ലാവർക്കും മീഡിയ വണ്ണിൻ്റെ മക്കാനി പരിപാടിയുടെ ഭാഗമായി ഞാനും എൻ്റെ പേരക്കുട്ടിയും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ നേരുന്നു. ഇതാണ് കുറ്റിച്ചിറ കുളം കേട്ടോ, പഴയ കാലത്തുള്ള കുളം കണ്ടോ. ഇതിൽ എല്ലാവരും ഒന്ന് കുളിക്കും ഇതൊക്കെ ചെയ്യും. കുളത്തിലോ ഇറങ്ങണം? അതിനെന്താവാ? നല്ല ആളുണ്ട് അറിയോ? ഇതാണ് ചെറുപ്പത്തിൽ പൊപ്പിയൊക്കെ ഇതിൽ കുറേ കുളിച്ചിട്ടുണ്ട്. കൂട്ടുകാരായിട്ടൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഇതാണ് വല്യപ്പൻ്റെ സ്കൂള്. കൂട്ടുകാരായിട്ടൊക്കെ ഇതിൽ ധാരാളം കുളിച്ചിട്ടുണ്ട്, മീൻ പിടിച്ചിട്ടുണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് പെരുന്നാളിന് കുറേ ഇവിടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെരുന്നാൾ ദിവസം പെരുന്നാൾ രാവിലെ തലേന്നൊക്കെ ഇവിടെ ഫുള്ളല്ല ആളുകൾ ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ഒരുപാട് ഇതൊക്കെ തിന്ന് ഈ ഇവിടുത്തെ പലഹാരങ്ങളൊക്കെ തിന്ന് പെരുന്നാൾ കൂടി കടപ്പുറത്തൊക്കെ പോയി ഇങ്ങനെ ചുറ്റാനൊക്കെ പോകും. കുടുംബ വീടുകളിലൊക്കെ പോകും. അത് ആ നടു സെൻറ്ററില്ലേ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ആഴം ഉണ്ടാവുക. ഇതിൽ മീനൊക്കെ ഉണ്ട് ധാരാളം. ഇതിലേക്കൊണ്ട് കയറാം.
ഈ കുറ്റിച്ചെറയിൽ ഒരുപാട് കാണാനുണ്ട് ഇനി പണ്ടൊക്കെ. ഇനി നമുക്കേ കുറച്ച് ഇവിടെ ഇരിക്കാം. കുറച്ച് ഇവിടെ. ഇതാണ് അമ്പാപുരത്തെ ആളുകളൊക്കെ വെല്യങ്ങാടിയിൽ നിന്നൊക്കെ പണി കഴിഞ്ഞ് വരുന്ന ആളുകളും അവിടെ വരുന്ന ആളുകളൊക്കെ കുളിക്കുന്ന സ്ഥലം സ്ഥിരമായിട്ട്. ഞാനും കുളിച്ചിട്ട് ചെറുപ്പത്തിലൊക്കെ ഇവിടെ പാടും. വലിയ ഇതുണ്ട് അവിടെ മീൻ ചാടിയത്. ചായ മക്കാനി ചോട്ടിൽ പോലെ ചായ വീത്തണ മൂപ്പരെ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായത. ചായ മക്കാനി ചോട്ടിൽ പോലെ ചായ വീത്തണ മൂപ്പരെ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായത. പൊരിച്ച ഐസ്ക്രീം എപ്പോഴാ വാങ്ങിച്ചതാ? പൊരിച്ച ഐസ്ക്രീമൊക്കെ ഞാൻ മേടിച്ചു തരാം. അതിന് മുമ്പ് എനിക്ക് ഈ സ്ഥലത്തെ പറ്റി ഒന്ന് അറിയണ്ടേ. ഇതാണ് കുറ്റിച്ചിറ, കോഴിക്കോട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ കുളം ഇങ്ങനെ ഇവിടെ എടുത്തുകൊണ്ട് എല്ലാ ആളുകളും ഇവിടെ വന്ന് വൈകുന്നേരം കൂടും. അതുകൊണ്ടാണ് ഇവിടെ സാധാരണ മീറ്റിംഗ് ഉണ്ടാണ്. എല്ലാ പാർട്ടിൻ്റെയും യോഗങ്ങളും ഒക്കെ കൂടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണിത്. ഇതാണ് ഇവിടുത്തെ. പിന്നെ ഇപ്പുറത്തെ ഒരു ജമാഅത്ത് പള്ളിയുണ്ട് വലിയ. പിന്നെ ഈ ചെറിയ പള്ളി, അതറപ്പള്ളി, ഈ ഐദർസ് പള്ളി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പള്ളികളും ഉണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ ചരിത്രം. ഇപ്പോൾ ഈ വല്യാപ്പ ചെറുപ്പത്തിൽ പഠിച്ചത് ഇവിടെയാണ്. ഈ നേരെ പിന്നിലുള്ള സ്കൂളിലാണ് 8ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നാണ് ഇവിടുന്ന് പോയത്. ഇത് കഴിഞ്ഞിട്ട് ഒക്കെ കണ്ട് മനസ്സിലായെങ്കിൽ എനിക്ക് ഞാൻ പൊരിച്ച ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ നമുക്ക് അപ്പൂപ്പാന്റെ സ്കൂളിൽ പോയാലോ? എനിക്ക് സ്കൂൾ കാണാൻ പൂതിയുണ്ടോ? സ്കൂൾ കാണാൻ പൂതിയുണ്ടോ? വാ, സ്കൂൾ കാണിച്ചു തരാം. ഈ എൻ്റെ സ്കൂളിൽ പോയിട്ട് നല്ലോണം പഠിക്കണം. എല്ലാ കുട്ടികൾക്കും ഇത് പറഞ്ഞു കൊടുക്കും വേണം കേട്ടോ. മൊത്തമായിട്ടടിക്കാൻ വയറുമെ കൊട്ട വച്ച് ഞാൻ കെട്ടണം. മൊത്തമായിട്ടടിക്കാൻ വയറുമെ കൊട്ട വച്ച് ഞാൻ കെട്ടണം. ഇയും പഠിച്ച് നല്ല മിടുക്കനാണ് കേട്ടോ. എൻ്റെ സ്കൂളിനെ പറ്റിയും വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. വലിയപ്പ ഈ സ്കൂളാണ് പഠിച്ചത്. അതിൽ ഇതാ ഈ വലിയൊക്കെ പിന്നെ വന്ന് ഇതാക്കിയാൽ കണ്ടോ. നല്ല കുളം കണ്ടില്ലേ? അതാണ് പണ്ട് വലിയപ്പ പഠിക്കുന്ന കാലത്ത് ഈ ബിൽഡിംഗ് ഒന്നുമില്ല. സ്കൂളുണ്ട്, ചെറിയ പഴയ സ്കൂളില്ലേ, ഈ പട്ടിയും കഴുക്കോലും ഇട്ട് ഓടുമേഞ്ഞ ആ സ്കൂളായിരുന്നു. അന്ന് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് വലിയ സ്കൂളൊക്കെ ആയിപ്പോയി. സ്റ്റേജ് കണ്ടോ, 2ഉം 3ഉം തട്ടുള്ള ക്ലാസ് റൂമൊക്കെ ആയിട്ട് ആയിപ്പോയി. ഇതാണ് കുറ്റിച്ചിറ ഗവൺമെൻറ് മറ്റേ സ്കൂൾ കേട്ടോ. മത്തി നന്നായി പൊരിച്ചതും മുളകിട്ടു വച്ചിരുമീൻ കറിയും വൃത്തിയായല വച്ചു മൈലാഞ്ചിയിട്ട കൈയാൽ വിളമ്പിയാൽ മൊത്തമായിട്ടടിക്കാൻ വയറുമെ കൊട്ട വച്ച് ഞാൻ കെട്ടണം. മൊത്തമായിട്ടടിക്കാൻ വയറുമെ കൊട്ട വച്ച് ഞാൻ കെട്ടണം. ഇവിടെ എല്ലാ ദിവസവും ഷോപ്പ് തുറന്നിട്ടുണ്ടോ? എല്ലാ ദിവസവും ഉണ്ടാവും, പക്ഷെ നോമ്പിൽ മാത്രം. ഇത് നോമ്പിൻ്റെ സ്പെഷ്യലാണ്. നോമ്പ് തുറ കാര്യമാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും. ഇഷ്ടംപോലെ ആൾക്കാർ വരും നോമ്പ് ഇറക്കാനും കാണാനും. പൊരിച്ച ഐസ്ക്രീം ഇവിടെ കിട്ടൂല. അത് വലിയപ്പോൾ വേറെ മേടിച്ചു തരും കേട്ടോ. അത് കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ഞാൻ മേടിച്ചു തരുന്ന പെരുന്നാളൊക്കെ അല്ലേ, അത് വാങ്ങാം നമുക്ക്. തൽക്കാലം നമുക്ക് ഈ പീടികക്കാരാ പൊരിച്ച ഐസ്ക്രീമൊക്കെ പിന്നെ വാങ്ങാം. ആ, ഇതെന്താണ് ഉണ്ടാക്കണത്? കിളിക്കൂടോ? ആ, ഈ എടുക്കണ കിളിക്കൂട് എന്ന് പറഞ്ഞാൽ അപ്പം പലഹാരം കിളിക്കൂട് അതാണ് കേട്ടോ. ഇതെന്തോട്ടാണ് ഉണ്ടാക്കണത്? ഉരുളക്കിഴങ്ങ്, കരിവേപ്പിൻ്റെ ഇല. ആ പുറത്തുള്ള സേമിയ പോലത്തെ എന്താ? സേമിയ തന്നെയാണ്. ആ, പിന്നെ അതിൻ്റെ ഉള്ളിൽ മുട്ട ഉണ്ടാവും, കോഴിമുട്ട ഉണ്ടാവും. ആ, ഈ കിളിക്കൂട് അല്ലാത്ത ഐറ്റംസ്? കൂടെ ഇല്ലാത്ത ബട്ടർമാരുണ്ട്,
പട്ടൂർമാലോ സമൂസുണ്ട്. പട്ടൂർമാലെന്ന് പറഞ്ഞാൽ എന്താണ് കട്ടർമാൻ എന്ന് പറഞ്ഞാൽ ആവണ- ഏ ആവണ സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നോളൂ ചട്ടിപ്പത്തിരി സമൂസ ഉന്നക്കായ അത് സാധാ ഐറ്റം പട്ടൂർമാലിൽ തന്നെ എന്താണ് ഉണ്ടോ ഉപ്പാവും. ചിക്കൻ റോളില്ലേ ആ ചിക്കൻ റോളിന്റെ മാതിരിയുള്ള. ആ ഉറുമാല് മറിക്കാൻ വേണ്ടി ആക്കും അല്ലേ ആ വലിയപ്പ ആ. എന്ന് നമുക്കിത് ടേസ്റ്റ് ചെയ്തോക്കാം. ഇതോ നമുക്ക് ഇടാ ആരിട്ടാലും വരും എനിക്ക് ഇടണോ ആ ഓനിട്ട എന്നാ എല്ലാം അതിന് അതൊരു കൈ തെറിക്കരുത് മെല്ലെ ഇട്ടാൽ മതി ഇപ്പോൾ നോക്ക് എല്ലാവരോടും പറയാൻ ഈയും കളിക്കൂട് വരിച്ചെന്ന് എന്നാലേ നമ്മൾ അടുത്ത കടയിൽ പോയേറ്റെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ